ഓറഞ്ചോ നമ്മുടെ പൊന്നിന് വിശന്നോ? നമ്മുടെ സ്വത്തിന് വിശന്നോ? ഡെയിലി ഇങ്ങനെ നടക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ആ ഇങ്ങനെ ഡെയിലി നായിൻ്റെ ഒക്കെ കടി കിട്ടിയിട്ട് നോക്ക്. നീ എന്തിനാ പൊന്നെ അതുങ്ങളുടെ കടി കിട്ടാൻ നടക്കുന്നത്? എൻ്റെ വീട്ടിൻ്റെ മുകളിൽ നിന്നാൽ പോരെ. ഞാൻ വീട്ടിനകത്തിട്ട് വളർത്താമെന്നൊക്കെ വിചാരിക്കും, പക്ഷേ ഈ പൂച്ചകൾ തമ്മിൽ ചേരുന്നില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പകുതി കട്ടായിപ്പോയി. അത് പറഞ്ഞാൽ കാട്ടിൽ പുലി സിംഹങ്ങളൊക്കെ കുറച്ച് വലുതാവുമ്പോൾ അമ്മയിൽ നിന്ന് അവരകുന്ന അവരുടെ സ്ഥാനങ്ങൾ വേറെ ഒറ്റയ്ക്ക് ഉറപ്പിക്കുക എന്ന് പറയും. അവരുടെ സ്ഥലത്ത് വേറെ ആരും വരാൻ പാടില്ല. പെൺപുലി പെൺസിംഹങ്ങളിനൊന്നും വരട്ടില്ല, ആണുങ്ങളെ വരട്ടും. ചിലത് ആണുങ്ങളെ കടിച്ച് കൊല്ലൂത്രേ, ഫൈറ്റ് ചെയ്യും. ഇവിടെ ആരെ ജീവിക്കണ്ടേന്ന് പറഞ്ഞിട്ട് ആൺപുലികളായിരുന്നാലും രണ്ടാൺപുലികൾ രണ്ടും ഫൈറ്റ് ചെയ്യും. അതിൽ ജീവനോടെ ചിലതുകൾ കൊല്ലും, ചിലത് ജീവനോടെ രക്ഷപ്പെടുകയാണെങ്കിൽ അവിടെ വിട്ട് പോവും, വേറെ സ്ഥലം തേടിപ്പോവും. ഓ എന്തിടാ ഓയ് അവിടെ നിൽക്ക്. ഇല്ലല്ലോ ഒന്നും ചെയ്യില്ല, ഉമ്മണ്ടല്ലോ. ദേഷ്യം വരുന്നുണ്ടോ ഓറഞ്ചിന്? എൻ്റെ കുട്ടി കിടന്നു. അവനാണെങ്കിൽ എനിക്ക് ഇവിടെ അവകാശം ഉണ്ടെന്ന് പറയാം, ഇവർക്കും അവകാശമുണ്ട്. ഞാൻ എന്ത് ചെയ്യാനാ? ഓറഞ്ചിൻ്റെ മൂർച്ചയുണ്ട്. അതേപോലെ തന്നെ ഈ പൂച്ചകൾക്ക് പുലികളുടെ പോലത്തെ സ്വഭാവമാണ്. സെയിം പുലിൻ്റെ ഒരു ഇതാണല്ലോ ഇവർ ഇപ്പോൾ കുട്ടാപ്പി മിന്നുവിൻ്റെ മോനാണല്ലോ. അവൻ ചെറുപ്പത്തൊക്കെ മിന്നുവിൻ്റെ കൂടെ കളിച്ച് നല്ല ഇതിലിരുന്നവരാ. പക്ഷെ കുട്ടാപ്പി വലുതായി കഴിഞ്ഞപ്പോൾ മിന്നുവിനെ ഒതുക്കാൻ തുടങ്ങി, അടിക്കുക, ഒഴിവാക്കുക, പെൺപൂച്ചകളുടെ അടുത്തൊന്നും ആരും പോകാൻ പാടില്ല, അങ്ങനത്തെ ഇപ്പം കഴിച്ചല്ലേ പൊന്നു, കുറച്ച് ഞാൻ തരാട്ടെ. ഇനി എടാ ഇവന് ഡെയിലി ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വേണം. വാല് പിടിച്ചിങ്ങനെ പേടിയില്ലാണ്ട് നമ്മുടെ തന്നെ അടുപ്പൊക്കെ തന്നെ അതിൻ്റെ ഭാഗമാണ് ഈ വാലിങ്ങനെ പിടിച്ചിരിക്കുന്നത്. വാല് താഴ്ത്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ പേടി ഉണ്ടെന്നുള്ളതാണ്. ഓയ് ഈ സിറ്റ് ഔട്ട് ഡെയിലി അടുക്കി തുടക്കി വെള്ളം വെച്ച് കഴുകിയോടൊക്കെ ചെയ്യും. ഇവരുണ്ടല്ലോ കുറച്ച് കഴിയുമ്പോഴത്തേനും ഇതേ കണ്ടില്ലേ, നിറച്ചും മണ്ണൊക്കെ ചവിട്ടി കയറ്റി അഴുക്ക് മൂടിയാക്കി. എന്താ ചെയ്യാം, വാലുമായിട്ട് നടക്കണം. ചുണ്ടടി എൻ്റെ ചുണ്ടടി പെണ്ണേ എവിടെ? കടിക്കുന്നത് ഭയങ്കര സ്നേഹമാണ്. ഓ ഈ പാത്രത്തിൽ കുട്ടാപ്പി കഴിക്കുന്നത്. ഓറഞ്ചിനെ ഓട്ടിച്ചാൽ ഞാൻ കാല് തല്ലി ഓടിക്കുന്നു കേട്ടാ. എല്ലാവർക്കും ഇവിടെ അവകാശമുണ്ട്, ഒരേ അവകാശം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. മനസ്സിലായ? ഇതുണ്ടോ ഓറഞ്ചിനെ ഇപ്പോൾ ഓട്ടിക്കാൻ വന്നവനെ ചാടി താഴേക്ക്. ഓറഞ്ചിമാ അവരൊന്നും ചെയ്യില്ല, ഇവിടെ വാ കയറി കിടന്നുറങ്ങുമ്പോ. എന്താ ഇല്ലേ വീട്ടിന് മുകളിൽ പോയി കിടക്കപ്പോ പോ. നീ മരണ്ടിട്ട് കാര്യമൊന്നുമില്ല. അറ്റയാൾ കടിച്ച് വലിക്കൂട്ടപ്പോ അമ്മ പോയാലേ അമ്മ എപ്പോഴും നിന്നെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റും. അമ്മക്ക് പണിയുണ്ട്. ഞാൻ എന്താ തുണി ഉണക്കാടാനുള്ളത് ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് ഞാൻ നിൽക്കാം. ബാ ഒന്നിൽ ഇവിടെ വന്ന് കയറി കിടന്നുറങ്ങാം, അല്ലെങ്കിൽ മേലെ പോയിക്കാം. ഈ ജനലൊക്കെ ചാടി അകത്ത് തരും കേട്ടോ ആള്. അഞ്ച് പിന്നിമാ നീ അവർ നോക്കി മരട്ടിക്കൊണ്ടിരിക്കട്ടെ. അവർ കടിക്കാൻ വന്ന് നിനക്ക് ഓടാൻ പറ്റില്ല, കൈ വയ്യാത്തല്ലേ. വാങ്ങട് പൊന്നു വാ. സുന്ദരിയേ, ഇവിടെ ചുന്തിരി പെണ്ണല്ലേ, ചക്കട മുത്തല്ലേ. ഒരു അനുസരണയാ കിടക്കുന്നത് നോക്കിയ പാവം. ഓ അവിടെ കുട്ടൂര് ഒരു ദിവസം ഞാൻ പുറത്ത് വരുന്നവർ ഇവർ ഒരുമിച്ച് കളിച്ചുകൊണ്ട് നടക്കും. പുറത്ത് അകത്ത് കുട്ടൂനെ കയറ്റില്ല. അകത്തേക്ക് ആദ്യം കുട്ടു ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ ഇവരെയൊന്നും കയറ്റില്ല, ഓട്ടിക്കുമായിരുന്നു. പിന്നെ ഇവൾ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികളുടെ ഇതൊക്കെ ഞാൻ കെയർ ചെയ്യുമ്പോൾ കുട്ടുവിന് ചീത്ത പറയും, കടിക്കാൻ ഓട്ടിക്കണ്ടെന്ന് പറഞ്ഞ്. കുഞ്ഞുങ്ങളോട് ഉണ്ടാവുമല്ലോ, ഒന്നുമാ ചെല്ലും കൂടെ കയറരുത്. വേണ്ട അച്ചുവാ നിന്നെ നോക്കണു, വിളിക്കണവേ. അതാ ആരെ വിളിക്കുന്നു നോക്കാം അവിടെ. അതാ എന്ത് ചോദിക്കേ എന്ത് ചോദിക്കേ. ഒരു കാര്യം പറയുമ്പോൾ അത് മുഴുമിക്കാൻ പറ്റില്ല. പിന്നെ വേറെ കാര്യം ഇവരോട് ഈ സംസാരം ഇതൊക്കെ വേറെ ഇങ്ങനെ മാറിപ്പോവും. അത് പറഞ്ഞാൽ അവരെ ശ്രദ്ധിച്ച് വീഡിയോ എടുക്കേണ്ടതൊക്കെ. നമ്മുടെ കുട്ടു ഇത് കഴിഞ്ഞ് ഇവരിനെ കയറ്റി ഡെലിവറി ചെയ്ത് കുട്ടികളിലൊക്കെ ഞാൻ കയറിയാൽ കുട്ടുവിന് ചീത്ത ഉണ്ടാക്കി. കുട്ടുവിനെ പിന്നെ ഇങ്ങോട്ട് വരേണ്ടതല്ല, എപ്പോഴെങ്കിലും വരവ് ഒക്കെ. പിന്നെ ഇവനൊക്കെ കുട്ടുവിനെ കണ്ട ഓടണവനെ, പരിസരത്ത് വരില്ല, കഴിച്ചിട്ട് ഒറ്റ ഓട്ടമാണ്. കുട്ടു പണ്ട് ഇവർക്ക് നല്ല കടിയൊക്കെ കൊടുത്തിട്ടുണ്ട്, അടിച്ച് കഴിച്ചിട്ടുണ്ട്. അതിന് പകരമായിട്ട് ഇപ്പം അമ്മയും ഈ മോൻ
പുറത്ത് ഇവർ ഒരുമിച്ച് കളിച്ചുകൊണ്ട് നടക്കുന്നത്. പക്ഷെ കുട്ടു ഇങ്ങോട്ട് വരാൻ വേണ്ടി ഗേറ്റിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ ഓട്ടിക്കുക. അപ്പോൾ എന്നാണ് ഞാൻ ബഹളം കേട്ടിട്ട് പുറത്തേക്ക് വന്നത്. ഇവർ കുരയ്ക്കുന്ന കണ്ടിട്ട് എന്നെ കണ്ടപ്പോൾ എളുപ്പമായിട്ട് ഓടിപ്പോയിട്ട് അപ്പുറത്ത് കുട്ടു പുറത്ത് മതിൻ്റെ അപ്പുറമായിരുന്നു. കുട്ടു ഓടുമായിരുന്നു. പിന്നാലെ പോയി ഇവനും കൂടെ കാലിൽ കടിച്ച് വലിച്ച് നല്ല ചീത്ത പറഞ്ഞു. എൻ്റെ അടി ജെല്ലിൽ കൂടെ കയറണ്ടാണ്ട് മുത്തേ. കയറുന്നില്ല, അവിടെ കുഞ്ഞുമായും കുട്ടാപ്പിയുണ്ട്. ഞാൻ പറ്റി തുണി ഉറക്കാട്ട് വെയിൽ കാണുന്നുണ്ട്. കുട്ടാപ്പി അവിടെ ഉണ്ടായിരുന്നു, അങ്ങോട്ട് പോയി. ഡോറ് കുറ്റി ഇടാണ്ട് ഞാൻ പോയാൽ ഓറഞ്ച് തള്ളി തുറക്കും. വീടിനകത്താണ് ചെരുപ്പട്ടില്ല. പുറത്ത് വേറെ ചെരുപ്പിട്ടു. ഡ്രസ്സിൽ ഉണങ്ങാട്ടല്ലേ എൻ്റെ ചെറുത്ത്. തുണി കണക്കെടുത്ത കേട്ടാ, നമുക്ക് പണിയുണ്ട്. എൻ്റെ അടി പൊന്നെ ഞാക്ക് വലിയായിട്ട് നിൽക്കുവാണോ നീ? കൈ നല്ല വേദനയുണ്ട് തോന്നുന്നു. അതിന് തൊടാൻ സമ്മതിക്കണ്ട. തൊടാൻ പോയ കടി കിട്ടും. സ്നേഹം വേറെ, ഇങ്ങനെയുള്ളത് വേറെ. എന്താണ്ടി പൊന്നെ? എന്താ എന്താ തക്കടോ മച്ചേ പണിയുണ്ട് പൊന്നെ. അവിടെ കിടന്നോളി. ബഹുമാനമൊക്കെ മതി. ഓറഞ്ചിന് ഓട്ടിക്കണ്ട കേട്ടോ പൊന്നെ. ഞാൻ ഒന്ന് മാറി ഓറഞ്ചിന് ഓട്ടിക്കാൻ പോകും. അതാണ് വണ്ടി തുടയ്ക്കാൻ തുണി എടുത്ത് വെച്ചതാണ്. കിടക്കുന്ന കണ്ടില്ല മുറ്റത്ത്. തുണി വലിച്ചിടില്ല കേട്ടോ പൊന്നെ. ഡ്രസ്സുകൾ ഉണങ്ങി കിട്ടും. ഇതെടുത്തിട്ട് അതാണ് കണ്ടിട്ട്. ഡാ ഓറഞ്ച് മേലിപ്പോ കളിക്കാൻ നിൽക്കല്ലേ പൊന്നെ. മേലെ കയറുമ്പ ഡി ഇങ്ങോട്ട് വാ. പോണോട്ടാ, മടപ്പിച്ച് പോണോണ്ടാ. അവനൊക്കെ ഡി ഡി ഇവിടെ പോ. ഇതാണ് കണ്ണ് തെറ്റിയ വലിയ പരിപാടിയാണ്. ഓറഞ്ചിനെ കടിച്ച ഓറഞ്ച് നോക്കണേണ്ട. ഓറഞ്ചുമാ മേലെ പോടാ. ഇങ്ങോട്ട് വാ പൊന്നെ, ഇങ്ങോട്ട് വാ. നല്ല കുട്ടിയല്ലേ, കടി കൂടി കളിക്കരുത് കേട്ടോ മക്കളെ. ബാ, നമ്മുടെ സ്വത്തല്ലേ. ബാ വേട മോനെ, അവിടെ കിടന്നോട്ടാ. ഇവനെപ്പോഴും കിടക്കുമ്പോൾ ചവിട്ടി ഇതേ അവൻ്റെ ഉമ്മർത്തറിഞ്ഞ് ചവിട്ടിയാണ് ഇതേ കിടക്കണം. ചവിട്ടി തുണികളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വലിച്ചുകൊണ്ട് വന്നിട്ട് അതിൽ കയറി കിടക്കും. ഒരു ദിവസം തന്നെ പിന്നെ നടക്കും. മണ്ണൊക്കെ മാന്തി അവിടെ കാണിച്ചിരിക്കണം. അതാ ഇത് ഇവൻ്റെ പണിയാണ്. ഓറഞ്ചുമ്മാ മേലെ കയറിയിരിക്കുമ്പ എൻ്റെ കണ്ണ് തെറ്റി പോയി കടിക്കും ഇവന്. കയറുമ്പ ബാ.